അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫിഖ്ഹിൻ്റെ 2024 ചോദ്യപേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് വർഷത്തെ ചോദ്യപേപ്പർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളതും. ഫുൾ മാർക്ക് വാങ്ങാൻ നമുക്കത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഒരുപാട് വർഷത്തെ ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യൽ വളരെ ഉപകാരമാണ്. നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു 2023. ഇനി 24 ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സക്കാത്തിൻ്റെ അവകാശികൾ. ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർളാണ് 20 മിസ്കാല്, 200 ദിർഹം, മുഖഫഫ്, മുത്തവസിത്ത്, തയമ്മുമിൻ്റെ ഫർള്. ഇതാണ് ഇപ്പുറത്തെ ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എന്താണ്? സക്കാത്തിൻ്റെ അവകാശികൾ എത്രയാണ്? 8 വിഭാഗമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. അടുത്ത ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർള് സക്കാത്താണ്. 20 മിസ്കാല് 85 ഗ്രാമാണ്. 20 മിസ്കാല് 200 ദിർഹം 595 ഗ്രാം. മുഖഫഫ് ലഘുവായത്. പിന്നെ മുത്തവസിത്ത് മധ്യനിലയിലുള്ളത്. മുഗല്ലദ് പറഞ്ഞാൽ ഗൗരവമായത്. അത് തയമ്മുമിൻ്റെ ഫർള് മണ്ണ് അടിച്ചെടുക്കൽ. ഇത് സക്കാത്തിൻ്റെ അവകാശികൾ ആരാണ്? 8 ആളുകൾ. ഫഖീർ, മിസ്കീന്, ആമില്, മുഅല്ലഫത്തും ബിൽ ഖുലൂബ്, റിഖാബ്, ഗാരിമ്, ഫീ സബീലില്ല, പിന്നെ ഇബ്നു സബീല്. അപ്പോൾ ഫഖീർ, മിസ്കീന്, ആമില്, മുഅല്ലഫത്തും ബിൽ ഖുലൂബ്, റിഖാബ്, ഗാരിമ്, പിന്നെ ഫീ സബീലില്ല, ഇബ്നു സബീല്. 8 ആളുകൾ. അടുത്ത സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ എന്താണ്? ഇത് കഴിഞ്ഞ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ചോദ്യപേപ്പറിലും ഇതുണ്ട്. അപ്പോൾ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. മുസ്ലിം ആയിരിക്കുക, സ്വതന്ത്രനായിരിക്കുക, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനാവുക. അടുത്ത ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, പിന്നെ ജുമുഅയുടെ ഖുത്ബ ഓതൽ, മുസ്ഹഫ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ, ഇങ്ങനെയൊക്കെ. അടുത്ത വുളൂ സുന്നത്തായ കാര്യങ്ങൾ. ഇതൊക്കെ പുതിയ ചോദ്യമാണ്. ഇതൊന്നും കഴിഞ്ഞ ചോദ്യപേപ്പറിലില്ല അല്ലേ? ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ വുളൂ എടുക്കൽ സുന്നത്താണ്. ഹദീസ് പാരായണം ചെയ്യുക, പിന്നെ ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഇതിനൊക്കെ എന്ത് സുന്നത്താണ്? വുളൂ എടുക്കൽ സുന്നത്താണ്. അടുത്തത് ത്വഹാറത്തിൻ്റെ ശർഈയായ മാന എന്താണ്? ശർഇൽ എന്താണ് ത്വഹാറത്ത്? ഭാഷയിൽ എന്താണ് ത്വഹാറത്ത്? കഴിഞ്ഞ ചോദ്യപേപ്പറിലുണ്ട്, ഇതിലുണ്ട്. അശുദ്ധി കാരണമോ നജിസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക. അടുത്ത മുഗല്ലദായ നജിസ്. നായ, പന്നി അവയിൽ നിന്ന് ജനനമെടുത്ത്, ഇതാണ് മുഗല്ലദായ നജിസ്. റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ. പിന്നെ തയമ്മും എന്താണ്? ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. അടുത്ത ഉത്തരം എഴുതാം. മുത്തവസിത്തായ നജിസ് കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മുത്തവസിത്തായ നജിസ് കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം? മറ്റേ മുഗല്ലദാണെങ്കിൽ 7 തവണ കഴുകണം, അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളമാണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഇവിടെ മുത്തവസിത്തായ നജിസിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പം അതിൻ്റെ ഉത്തരം എന്താ? നജിസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. നജിസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നവരെ കഴുകണം. സക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ്? എന്താണ്? ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ സക്കാത്ത് വാജിബില്ല. അടുത്ത സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? സക്കാത്ത് കൊടുക്കാൻ എന്തൊക്കെ ഷർത്തുണ്ട്? സക്കാത്തുകൾ നൽകുന്ന സമ്പത്തോ അതിന് നീക്കിയിരിക്കുന്ന സമയത്തോ, സക്കാത്തുകൾ നൽകുന്ന സമയത്തോ നീക്കിയിരിക്കുന്ന സമയത്തോ നിയത്ത് ചെയ്യുക, അവകാശികൾക്ക് കൊടുക്കുക. 2 ഷർത്താണ് അവിടെ ഉള്ളത് അല്ലേ? 4 ഫിത്തുർ സക്കാത്ത് വാജിബാകുന്ന സമയം ഏതാണ്? ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയം. ഇത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ചോദ്യം വരുന്ന ഏരിയ ഏതാണ്. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം
ഇല്ലാത്തതിന് വേണ്ടി തയമ്മും ചെയ്തവൻ വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ്മും ബാത്തിലാകും. ഏതൊക്കെ? ഒന്ന് വുളു മുറിയുന്ന കാര്യങ്ങൾ, 2 മുർത്തദ്ദാവുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, 3 വെള്ളം ലഭിക്കാത്തത് കൊണ്ട് വുളു തയമ്മും ചെയ്ത ആളാണെങ്കിൽ വെള്ളം ലഭിക്കൽ കൊണ്ടും. 3 കാര്യങ്ങളെ കൊണ്ടാണ് തയമ്മും ബാത്തിലാവുക. അടുത്ത പൂർത്തിയാക്കാം. കുളി നിർബന്ധമായ അവസ്ഥക്ക് എന്താ പറയുക? വളരെ സിമ്പിളായ ചോദ്യം, വലിയ ശുദ്ധി. റമദാനിലെ എല്ലാ രാത്രികളിലും എന്ത് സുന്നത്താണ്? കുളിക്കൽ സുന്നത്താണ്. അടുത്തത്, തയമ്മുമിൻ്റെ 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാണ്, 2ാമത്തെ അടിയിൽ. അടുത്തത്, റിയാല്, ഡോളർ എന്നിവക്ക് സ്വർണം, വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു. അഥവാ സക്കാത്ത് കൊടുക്കുന്നിടത്ത് അതേ വിധിയാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫിഖുമായി ബന്ധപ്പെട്ട് എന്താണ് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എങ്ങനത്തെ വീഡിയോ ആണ് 7ാം ക്ലാസ്സുകാർക്ക് ഫിഖിൻ്റെ എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് എന്ന് നിങ്ങൾ അറിയിക്കുക.